പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡിസംബർ 28 ഞായറാഴ്ച, ക്രിസ്മസ് കഴിഞ്ഞ് വരുന്ന ആദ്യ ഞായറാഴ്ച ആഗോള കത്തോലിക്ക സഭ തിരുക്കുടുംബത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ മഹാജൂബിലിയുടെ സമാപന ദിവസവും കൂടിയാണ്. എല്ലാ ലോകം മുഴുവനുള്ള കത്തീഡ്രലുകളിൽ എല്ലാ രൂപതാ തലത്തിലുള്ള സമാപനം കുറിക്കുകയാണ്. ഇന്ന് ഈ കത്തീഡ്രലില് ആർച്ച് ബിഷപ്പ് ചക്കാലക്കൽ പിതാവ് ആ ജൂബിലിയുടെ സമാപനം കുറിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിനം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം കർത്താവ് സാധിച്ചു തരട്ടെ. ഇന്ന് ഉണ്ണീശോയ്ക്ക് വേണ്ടി ഹെറോദേസിനാൽ കൊല്ലപ്പെട്ട കുഞ്ഞു പൈതങ്ങളുടെ തിരുനാൾ കൂടി ആഘോഷിക്കുക. നീതിക്ക് വേണ്ടി ആ കുഞ്ഞുമക്കളെ നിലവിളിക്കും. എവിടെയെല്ലാം അനീതിയുണ്ടോ, എവിടെയെല്ലാം തകർച്ചകളുണ്ടോ, എവിടെയെല്ലാം പൈശാചിക പീഡകളുണ്ടോ, ഇന്ന് ആ കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും ദൈവത്തിന്റെ മുൻപില് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ആയതിനാൽ വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാം. വളരെ പ്രത്യേകം ഞാൻ നിങ്ങളോട് പ്രാർത്ഥനാ സഹായം തേടുന്നത് അതിരൂപത കേന്ദ്രമായ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയില് ജനുവരി 13 സായാഹ്നത്തില് ആരംഭിക്കുന്ന ശുശ്രൂഷ. അതിനുശേഷം എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 5 മണിക്ക് ആരംഭിച്ച 8:30 മണിക്ക് സമാപിക്കുന്ന തരത്തിലാണ് ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം പിശാച് ബഹിഷ്കരണ ശുശ്രൂഷ യഥാർത്ഥത്തില് ചുമതലപ്പെട്ടിരിക്കുന്നത് അഭിമന്യ പിതാക്കന്മാരാ, മെത്രാന്മാരാ. ആ മെത്രാന്മാര് അധികാരം നൽകുമ്പോഴാണ് ഞങ്ങൾ വൈദികര് ആ ശുശ്രൂഷ ചെയ്യുന്നത്. ജനുവരി 13 ഇവിടെ ആ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അന്നേ ദിനം ആർച്ച് ബിഷപ്പ് KCBC പ്രസിഡന്റ് വർഗീസ് ചക്കാലക്കൽ പിതാവായിരിക്കും എക്സോർസിസം പ്രാർത്ഥന ചൊല്ലുന്നത് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പൊ സാധിക്കുന്ന എല്ലാവരും പറ്റുന്നവര് ആദ്യം ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായി പരിശ്രമിക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. 8, 9 തീയതികളില് ഇവിടെ ചൊവ്വാഴ്ചകൾ നടക്കാൻ പോകുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ള മാധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് അഖണ്ഡ ജപമാല രാവിലെ 6:45 കുർബാനയ്ക്ക് ശേഷം പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന്റെ മുൻപില് സാധിക്കുന്നവര് വന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. വൈകുന്നേരം 7 മണി വരെയാണ്. അങ്ങനെ 2 ദിവസങ്ങള് 8-ാം തീയതിയും 9-ാം തീയതിയും പരിശുദ്ധ അമ്മയുടെ മുമ്പില് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് കോഴിക്കോട് ഭാഗത്തുള്ളവരെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഇത് വേറെ ഒരു നിയോഗത്തിനും വേണ്ടിയല്ല. നമ്മൾ ജനുവരി 13 ആരംഭിക്കുന്ന ആ എക്സോർസിസം പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചകളിലും ഈ ഭദ്രാസന ദേവാലയം നടക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള കരുത്ത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 19, 20, 21 വചനങ്ങളാണ്. ഹെറോദീസിന്റെ മരണശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിന്റെ ദൂതൻ ജോസഫിന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെ അമ്മയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെ അമ്മയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. പ്രിയപ്പെട്ട മക്കളെ, ഇത് സ്വർഗത്തിനെതിരെ, നന്മയ്ക്കെതിരെ, ഉണ്ണേശുവിനെതിരെ തിരിഞ്ഞ സകല നാരകീയ അന്ധകാര ശക്തികള് തകർക്കപ്പെട്ടിരിക്കുകയാണ്. അവസാന വിജയി ഉറപ്പായും കർത്താവാണ്, ദൈവപുത്രനാണ്, ദൈവത്തിന്റെ പദ്ധതികളാണ്, രക്ഷയാണ് എന്ന കാര്യത്തില് യാതൊരു സംശയവുമില്ല. ഇന്നേ ദിനം നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കാൽവരി ഞങ്ങൾക്ക് രക്തം ചിന്തിയ യേശുവേ, അങ്ങയുടെ തിരുക്കുരിശിൻ ചുവട്ടിൽ ഈ മക്കളെല്ലാവരെയും, ഇവരുടെ കുടുംബങ്ങളെ, ഇവരുടെ മുൻ തലമുറകളെ,
ഇവരുടെ നിയോഗങ്ങള്, ഇവരുടെ സ്നേഹിതര്, ഇവരുടെ ഉപകാരികള്, ഇവരുടെ ബന്ധുമിത്രാദികള്, ഇവരുടെ അയൽവാസികള്, ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ തിരുക്കുരിശിൽ നിന്ന് ഇറ്റേറ്റ് വീണ തിരുരക്തം കൊണ്ട് ഈ മക്കളെ മുഴുവൻ കഴുകണമേ. അങ്ങനെ ഇവരുടെ ഉച്ച മുതല് ഉള്ളങ്കാൽ വരെ അങ്ങയുടെ തിരുരക്തത്തിന്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ നാഥനും കർത്താവും രക്ഷകനുമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈശോയെ, ഈ മക്കളുടെ വീടിരിക്കുന്ന പറമ്പ്, അതിന്റെ 4 അതിരുകള്, 16 കോണുകള്, ഭവനത്തിനകത്തും പുറത്തുമുള്ള സ്ഥലങ്ങള്, ഉപയോഗ വസ്തുക്കള്, പക്ഷി മൃഗാദികള്, വൃക്ഷലതാദികള്, സകലത്തിനെയും കർത്താവ് ഈശോയെ അവിടുന്ന് സംരക്ഷിക്കണമേ. ഏതെങ്കിലും വിധത്തില് ഇവരുടെ വീടോ പറമ്പോ തൊഴിൽ മേഖലകളോ ജീവിത സാഹചര്യങ്ങളോ അശുദ്ധമാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിഗ്രഹാരാധനയിലൂടെ, ആചാരാനുഷ്ഠാനങ്ങളിലൂടെ, അന്ധവിശ്വാസങ്ങളിലൂടെ, പൂജാവിധികളിലൂടെ, അബദ്ധ സിദ്ധാന്തങ്ങളിലൂടെ, കൗശലങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള സകല തിന്മകളുടെയും എല്ലാ ശക്തികളെയും യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികളെ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ ബന്ധിച്ച്, ശാസിച്ച്, ബഹിഷ്കരിച്ച് ആദ്യം പുറത്താക്കുന്നു. കരമുയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങ് ദിവ്യകാരുണ്യത്തില് എഴുന്നള്ളിയിരിക്കുന്ന അങ്ങേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ്, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവ്, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, മണിമല കൺവെൻഷന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. മണിമല കൺവെൻഷൻ ആ ദേശം മുഴുവൻ അനുഗ്രഹമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ചങ്ങനാശ്ശേരി രൂപതയിലെ മെത്രാന്മാരും ആ ഭാഗത്തുള്ള വൈദികരും സന്യസ്തരും ആത്മാവരെല്ലാവരും പങ്കെടുക്കുന്ന കൺവെൻഷനാണ്. നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ്. ജനുവരി 13-ാം തീയതി വൈകുന്നേരം 5 മണി മുതൽ 8:30 മണി വരെ ഈ ദേവാലയത്തില് കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ എന്ന ഓട്ടോറിക്ഷ വിളിച്ചാൽ മിനിമം പോയിന്റ് ആണ്. ബസ് സ്റ്റാൻഡിൽ നിന്നും ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഈ പള്ളിയുടെ മുറ്റത്തേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛനോട് ആരംഭിക്കുന്ന ഈ പ്രാർത്ഥന വൻ വിജയമാകാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് സ്നേഹത്തോടെ ഞാൻ അപേക്ഷിക്കുന്നു. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെ